നമസ്കാരം, വാർത്താ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാടകത്തെ പരിചയപ്പെടാം. 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മിഗേൽ ഡി സെർവാന്റസിന്റെ ഡോൺ കിക്സോട്ട്. മധ്യയുഗത്തിലെ കഥാസന്ദർഭത്തെ കേരളീയ പശ്ചാത്തലത്തിൽ നാടകവൽക്കരിക്കുകയാണ് ഒരു സംഘം സുഹൃത്തുക്കൾ ചേർന്ന്. ഇപ്പോൾ നമ്മൾ വായുമണ്ഡലത്തിന്റെ 2-ാം സ്ഥാനത്തെത്തി കഴിഞ്ഞു. ഇവിടെ നിന്നാണ് മഞ്ഞും മഴയും ഉണ്ടാകുന്നത്. ജീവിച്ചു തീർക്കലാണ് ഭ്രാന്ത്. സ്വപ്നങ്ങൾ ഉപേക്ഷിക്കലാണ് ശരിക്കും ഭ്രാന്ത്. തുളസിയെ നമ്മൾ കണ്ടെത്തുക അത് ചെയ്യും. ഭവതിയുടെ സുന്ദരിയായ മകളുടെ കണ്ണുകൾ എന്റെ സ്വാതന്ത്ര്യത്തെ ബന്ധിതമാക്കുമായിരുന്നു. എന്റെ ഹൃദയേശ്വരിയെ ഞാൻ ഉയർപ്പിക്കും. വെളുത്തച്ഛൻ കളരിയിലെ അവസാനത്തെ അതിനായകൻ. ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട മിഥുൻ മോഹൻ എന്ന യുവ ചിത്രകാരന്റെ ഓർമ്മയ്ക്കായാണ് ഒരു സംഘം സുഹൃത്തുക്കൾ ചേർന്ന് ഡോൺ കിക്സോട്ടിനെ അരങ്ങത്തെത്തിച്ചത്. ഓഡിയോ വിഷ്വൽ പെർഫോമൻസ് ആക്കാൻ മിഥുൻ പദ്ധതിയിട്ടിരുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ട നോവലായ ഡോൺ കിക്സോട്ടിന്റെ സ്വതന്ത്ര നാടകാവിഷ്കാരമായി നന്മേൽ ജോൺ കിഹോത്തെ എന്ന നാടകം. അലിയാർ അലിയാണ് നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിനും മിഥ്യയ്ക്കുമിടയ്ക്ക് മധ്യകാലത്തെ യൂറോപ്യൻ ഗ്രാമങ്ങളിലെ കാറ്റാടി യന്ത്രങ്ങളോട് യുദ്ധം ചെയ്യുന്ന കിക്സോട്ടിന് ഒരു ഭ്രാന്തൻ പരിവേഷമാണ് ലോകം കൽപ്പിച്ചു നൽകിയിരുന്നത്. ജീവിതം വളരെ സാധാരണ രീതിയിൽ ജീവിച്ചു തീർക്കുന്നതാണ് ഭ്രാന്തെന്ന് നന്മേൽ ജോൺ കിഹോത്തെ തിരിച്ചറിയുന്നു. വിവിധ സംസ്കാരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന നോവലിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നാടക രൂപത്തിൽ വരുമ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ കഠിനമായ അധ്വാനം കൂടിയാണ് ഫലപ്രാപ്തിയിൽ എത്തുന്നത്. ഷിവൽറി റൊമാൻസുകൾ വായിച്ച് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട സ്വപ്നജീവിയായ നായകൻ താൻ വായിച്ച കഥകളിലെ വീരനായകരെ അനുകരിച്ചുകൊണ്ട് തിന്മകൾക്കെതിരായി പടപൊരുതാൻ രംഗത്തെത്തുകയാണ്. കർഷകനായ സാൻജോ പാൻസയെ അയാൾ ഒപ്പം കൂട്ടുന്നു. യജമാനൻ ഒരു സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നതെന്ന് സാൻജോ പാൻസയ്ക്ക് ബോധ്യമുണ്ടെങ്കിലും അയാൾ ഡോൺ കിക്സോട്ടിനെ പിന്തുടരുകയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്ന് ഭൂതകാലത്തിന്റെ ഗൃഹാതുരത്വത്തിൽ ജീവിക്കുന്ന ഡോൺ കിക്സോട്ടും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന സാൻജോ പാൻസയും നടത്തുന്ന ദീർഘയാത്രകളാണ് നോവലിന്റെ പ്രമേയമായിരിക്കുന്നത്. ഡോൺ കിക്സോട്ട് നന്മേൽ ജോൺ കിഹോത്തെ എന്ന പേരിൽ നാടകമാക്കുമ്പോൾ അതിനെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരിക എന്ന വെല്ലുവിളിയാണ് സംവിധായകൻ അലിയാർ അലി നേരിട്ടത്. നോവലിനെ അതേപടി പകർത്തിവെക്കാതെ ഐതിഹ്യമാലയും വടക്കൻ പാട്ടുകളും നാടോടിക്കഥകളും കളരിപ്പയറ്റുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശീയ വസ്ത്രധാരണത്തോടൊപ്പം വൈദേശികവും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാശ്ചാത്യവും കേരളീയവുമായ സംഗീതമാണ് ഈ നാടകത്തിന്റെ മറ്റൊരു പ്രത്യേകത. നോവലിൽ 600ഓളം കഥാപാത്രങ്ങൾ ഉള്ളപ്പോൾ നാടകത്തിൽ വെറും 30 കഥാപാത്രങ്ങൾ മാത്രമാണ് അരങ്ങത്തെത്തുന്നത്. സജി തുളസിദാസ് ഡോൺ കിക്സോട്ടായും ഹരിദാസ് കോങ്ങോട് സാൻജോ പാൻസോയായും ഇതിൽ വേഷമിടുന്നു. നാടകത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. എന്റെ ബന്ധിത ഹൃദയത്തിന്റെ സ്വാമിനി.